നടു റോഡിൽ ബസ് നിർത്തി ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ ഇറക്കിവിട്ട ശേഷം കടന്നുകളയാൻ ശ്രമിച്ച കണ്ടക്ടറോട് പണം യാത്രക്കാർക്ക് മടക്കി നൽകാൻ ആവശ്യപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് നേരെ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. എന്റെ പേര് സുനിൽ. വണ്ടി ഓടുന്നില്ല പൈസ കൊടുക്കണം. വണ്ടി ഓടുന്നില്ല പൈസ കൊടുക്കണം. വണ്ടി ഓടുന്നുണ്ടോ? വണ്ടി ഓടുന്നില്ല പൈസ നീ പൈസ ആരാ 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 നിങ്ങളുടെ പാർട്ടിക്കാരാ നിങ്ങളുടെ യൂണിയൻകാരാണ് മതിയാക്കിയത്. ഒരു വണ്ടിയെ തട നിർത്തിയ വേറെ ഒരു നീ പൈസ കൊടുക്കും. നീ ആരാണ് നിർത്തിയ ആരാണ് നിർത്തിയ നിങ്ങൾ യൂണിയൻ മറ്റുള്ള പൈസ കൊടുക്കും. പൈസ കൊടുക്കും. ആരാ തീരുമാനിച്ചേ? പൈസ കൊടുത്താൽ ആരാ? ഞങ്ങളോ? അത്രേ ഉള്ളൂ. ആരാ ഓടാൻ സമ്മതിക്കുന്നത്? ഇയാൾ ടിക്കറ്റ് പൈസ ഇയാൾ ഓടാത്ത പൈസ എന്തിനാ? ഓടാത്ത പൈസ എന്തിനാ ഇയാൾക്ക്? പ്രസിന്റെ കാര്യം ചെയ്യുന്നത്. പ്രസിന്റെ കാര്യം തരുന്നത്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കേട്ടോ. പ്രസ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രസ്. മനസ്സിലായ? മാധ്യമങ്ങളോട് എന്ത് ചെയ്യുന്ന ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓടുന്നില്ല പൈസ കൊടുക്കുക. ആ പ്രസ് ചെയ്യുന്നുണ്ടല്ലോ. ആ പൈസ കൊടുക്കുക. അത്രേ ഉള്ളൂ. അമ്മ എവിടേക്ക് ടിക്കറ്റ് എടുത്തേ? എവിടത്തേക്ക് ബസ് എടുത്തേ? ചെറങ്ങിടാ എവിടെ ഓടിയില്ല? നിങ്ങൾ തിരിച്ചു പോണ്ടേ? എത്ര രൂപ കൊടുത്തേ? 23 രൂപ. ഞങ്ങളാണ് ആരോടെ? നിങ്ങൾ യൂണിയൻകാരെ ഓടണ്ടെന്ന് പറഞ്ഞത് അല്ലല്ല. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ പറഞ്ഞാൽ വണ്ടി തടഞ്ഞൂടെ? ആര് കളഞ്ഞ്? ഞങ്ങളാണ് അങ്ങോട്ട് പോകുന്ന വണ്ടി അടഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് പോണ ഒരു വണ്ടിയും നടന്നിട്ടില്ല. നിങ്ങൾ സ്വമേധയാ നിർത്തി വെച്ചതാണ് തന്നെ. നിങ്ങളിപ്പോ സ്വമേധയാ ഓട്ടം നിർത്തുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോണ വണ്ടി അവർ തടഞ്ഞോളൂ തന്നെ. അന്തോ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? വാർത്ത എടുക്കും. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പൈസ ഓടാത്ത നീ ഓടുന്നില്ലേ? പൈസ പൈസ അടിച്ച തിരിച്ചു കൊടുക്കണം. നാളെ നിങ്ങൾ ഓടണ്ട. അത് നിങ്ങളെ ഇഷ്ടമാണ്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അത്ര മാത്രമേ പറഞ്ഞു. കൂടുതൽ ഒന്നും നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ തിളപ്പം കാര്യങ്ങളൊന്നുമില്ല. സംസാരിച്ചെന്നുള്ളൂ. മാന്യമായ രീതിയിൽ സംസാരിച്ചോളൂ. തിളച്ചല്ല മാന്യമായി സംസാരിച്ചോളൂ. കാര്യം പറഞ്ഞു കേട്ടല്ലോ. സംസാരം കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ആരിലാണ് കാര്യം സംസാരിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം പാലസ് റോഡിലേക്ക് വൺ വേ തെറ്റിച്ചു വന്ന സ്വകാര്യ ബസ് സ്കൂൾ വിദ്യാർത്ഥികളെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ സംഭവത്തെ തുടർന്ന് സ്വകാര്യ ബസ്സുകളുടെ നിരുത്തരവാദപരമായ സമീപനങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ആറ്റിങ്ങൽ RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പഴയതുപോലെ കച്ചേരി ജംഗ്ഷൻ വഴി മാത്രമേ സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടും കഴിഞ്ഞ ദിവസം രാവിലെ ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് പാലസ് റോഡിലേക്ക് സ്വകാര്യ ബസ്സുകൾ അപകടകരമായ രീതിയിൽ അമിത വേഗതയിൽ ചീറിപ്പായാൻ തുടങ്ങി. ഇതിൽ പ്രകോപിതരായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബസ് തടഞ്ഞിടുകയും തുടർന്ന് ജീവനക്കാരുമായി വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. ബസ് ജീവനക്കാർ പൊതുജനത്തിനെ വലച്ച് മിന്നൽ പണിമുടക്കിലേക്ക് കടന്ന സാഹചര്യത്തെ ആറ്റിങ്ങൽ പോലീസ് ഇടപെട്ട് ഒഴിവാക്കി. ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരുമായി ചിറങ്കീഴിലേക്ക് പോയ സ്വകാര്യ ബസ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം നിർത്തി ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിട്ട ശേഷം കണ്ടക്ടർ തന്ത്രപൂർവ്വം കടന്നുകളയാൻ ശ്രമം നടത്തി. സംഭവങ്ങൾ ചിത്രീകരിക്കാനെത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് യാത്രക്കാർ പരാതി പറഞ്ഞതിനെ തുടർന്ന് യാത്രക്കാരുടെ പണം മടക്കി നൽകുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് ആവശ്യപ്പെട്ട മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ക്യാമറ തട്ടിയെടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പരിക്കേറ്റ മാധ്യമ പ്രവർത്തകർ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പോലീസിൽ പരാതി നൽകി. എന്നാൽ പ്രസ്തുത ബസ്സിലെ കണ്ടക്ടർ എന്ന് അവകാശപ്പെടുന്നയാളിന് കണ്ടക്ടർ ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തത വരുത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.